ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെന്ന് ഞാൻ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള മനോഹരമായ ഒരു പാടത്തിലേക്കാണ്. അപ്പോൾ അവിടുത്തെ ആ വൈബ് ഒന്ന് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ 1-2 ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടി ഞാൻ തൊട്ടടുത്തുള്ള ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വാടാ ബാബാ രാഹുലേ വരുന്നുണ്ട് കണ്ടു വരുന്നു. വാടാ വരുന്നു, കണ്ടെത്തി പോവാ. ആരി എഴുന്നേറ്റേ ഉള്ളത് 3 മണിക്ക്. വല്യപ്പച്ച ഇരുന്ന്. ശാലു ആണോ അവിടെ ഇപ്പൊ ഉണ്ടോന്ന് ചോദിച്ചു. അങ്ങനെ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ അവിടെയുള്ള അടുത്തുള്ള പാടത്തേക്ക് പോവുകയാണ്. ഒരുത്തനെ വിളിച്ച്, അവൻ എഴുന്നേറ്റില്ല ഇതുവരെ. എന്തോ ചെയ്യാനാന്ന് പറയണം. വിദൂരതയിൽ നിൽക്കുന്നു ഷാലു. ഇത് ഫോട്ടോ എടുക്കുന്ന പിടിച്ച് എനിക്ക് വൈദ്യുതി നടക്കുമ്പോ ഭയങ്കര ഷെയ്ക്കായില്ലേ. ചമ്പോണ്ണോടി ചമ്പോണ്ണായിട്ട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. മല ചെയ്യുക മീൻ പിടിക്കാൻ പോകുന്നല്ല, അത് ചെയ്യും. സുഹൃത്തുക്കളെ, ഞങ്ങൾ കണ്ടത്തിലേക്ക് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടുന്ന് ഓട്ടോ വരുന്നു. ഇതാണ് ഞങ്ങളുടെ ചമ്പോന്റെ വീട്. 2 പട്ടി ഉണ്ടാവും, 5-6 പേര് കാവൽക്കാരുണ്ടാവും. വേണ്ട, ഫുൾ കാവൽക്കാരാണ്. ഇതാണ് ഹരീഷന്റെ വീട്. പോയി അവിടെ ഇല്ല. ഹരിച്ചെണ്ണ ഇവിടെ ഇല്ല, ഹരിച്ചെണ്ണം പോയിക്കോണം. ഇന്ന് ഞങ്ങളുടെ ഇന്റർലോക്ക് ഫാക്ടറി. ഇന്റർലോക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ വലിയൊരു ഫാക്ടറി ആണല്ലോ. ഇന്റർലോക്കിന്റെ മെയിൻ സംഭവം ഗോഡൌൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ. ഇതെന്നൊക്കെ നാച്ചുറൽ സ്റ്റോണാണ്, മനസ്സിലായോ. അപ്പൊ അത് ഫാക്ടറി ആയി കൂട്ടാം. നല്ല ആംബിയൻസ് ഉള്ള കണ്ടത്തിലേക്കാണ് ഞങ്ങൾ ഇതാ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഈ സ്ഥലമാണ് പറഞ്ഞില്ലേ, ഈ സ്ഥലമാണ് ഹോട്ടലാണെങ്കിൽ പട്ടിക്കാട്ടി വണ്ടി പോലും കയറാത്ത സ്ഥലം. വൈബല്ലേ ഇവിടെ, ഒരു ഹോട്ടൽ നല്ല വൈബല്ലേ, ഭയങ്കര വൈബാ. മുളയുടെ ഒക്കെ സ്ഥലം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കാം, അങ്ങോട്ട് കാണിച്ചാൽ എന്താ ആംബിയൻസ്. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമല്ലേ. നല്ല ആംബിയൻസ്. കൊക്ക് വറക്കുന്നു. ഇതാ ഒറ്റപ്പന കണ്ടോ, ഒറ്റപ്പന ഗൈസ്, ഒറ്റപ്പന. പണ്ട് പ്രേതങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ അമ്പലമുണ്ട്, ഞാൻ ഒരു ദിവസം കാണിക്കാം. ആരെ കാണിക്കാം? ഓ അങ്ങനെ. വെറും വാളിയാണ്. ആരാണ്ടൊക്കെ അവിടെ ചൂണ്ടയിടുന്നുണ്ട്. നമുക്ക് ചൂണ്ടയിടുന്ന പിള്ളേരെ കാണാം. ഞങ്ങൾ വന്ന വഴി. സൂര്യൻ അസ്തമിക്കാൻ തയ്യാറായി നിൽക്കുന്നു.
കണ്ട കൈസ് ഞങ്ങളുടെ നേടിലാണ് നിഴൽ കേട്ടാ. ഞങ്ങളുടെ നിഴലിൻ്റെ കൂടെ നടന്നു പോവുകയാണ്. പോയ അപ്പൂപ്പന് ഒരു 102 വയസ്സുണ്ട്. ഇപ്പോഴും നടത്തമാണ്. പുള്ളിയുടെ ആരോഗ്യത്തിന് രഹസ്യം. ചേട്ടൻ നമ്മളെ നോക്കി നോക്കുന്നത് ഏതായാലും ഈ വാളികൾ ചൂണ്ട ഇടുന്നു. ചൂണ്ട പല വിശ്വമുണ്ടെന്ന് തോന്നുന്നു. ചേട്ടാ വീശുവാണോ? എല്ലാം കിട്ടിയോ? അവിടെ തെളിച്ചോ? ഇറങ്ങിയായിരുന്നോ? കുളം ഇടായിരുന്നു. അതാ കുളവാ. ഇറങ്ങി വീശാണോ? വെള്ളം പറ്റിയില്ലയോ? ഇവിടൊക്കെ ചെളിയല്ലേ? എന്തിന് ഏതാണ് ശരിയാക്കിയേക്കുന്നത്? അവിടെ ഒന്നും കാണത്തില്ലല്ലോ. എന്റെ പൊന്നണ്ണ, ഞാൻ വീട്ടിൽ കൂട്ടുന്ന മീനെ ഞാൻ ഡെയിലി ഫോട്ടോ എടുത്ത് തരാം. തിന്ന് ഗൈസ് മൊത്തം കാട് കയറിയൊക്കെയായിരുന്നു. ഇപ്പോൾ ഇവിടെ കുറച്ച് തെളിച്ചിട്ട് നല്ല തെളിഞ്ഞിപ്പുണ്ട്. ഇതിപ്പോൾ ഇതാ ഇവർ അച്ഛന് ഇത് മീൻ പിടിക്കാൻ വേണ്ടി ഇവൻ ഡെയിലി ഇവിടുത്തെ മീനാണ് കഴിക്കുന്നത്. ചുമ്മാ ഒരച്ഛനാണ്. ഒരച്ഛൻ തെളിച്ചിട്ടേക്ക് വെള്ളം കണ്ടാൽ പേടിക്കുന്നതാണ്. മൊത്തം തെളിച്ചിട്ടേക്ക് വീശുന്നതിന്റെ ഇതൊക്കെ ഇവൻ പറഞ്ഞു തരും. മീൻ കിട്ടിയ കേട്ടാ മൊത്തം പോയല്ലോ. ഇതുകൂട്ട് കാട് കയറി കിടക്കുകയായിരുന്നു. അവിടെ മാത്രം കുറച്ച് മാത്രം വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ മീനുണ്ട് ഇതിനകത്ത്. കുറേ വർഷങ്ങളായത്. എത്ര വർഷമായിരുന്നു ഇപ്പോൾ പറ്റിച്ചിട്ട്? എനിക്ക് 20 വർഷമോ? പൊക്കമാണ്. ഒരു 2-3 വർഷമായി. ഇപ്പം ആഴം കൂട്ടിയേക്കുന്നുണ്ട്. ആരും ഇറങ്ങത്തില്ല. പിന്നെ ഞങ്ങളെ കഴിയും. ഇത് കണ്ടോ? ഇവിടെ നിന്നാണ് ഞങ്ങളുടെ പഞ്ചായത്ത് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് തെക്കേക്കര പഞ്ചായത്ത്. ഇവിടുന്ന് അങ്ങോട്ട് തഴക്കര. ഈ ഭാഗം ഈ ഒരു ചീപ്പിൻ്റെ ഈ തോടിൻ്റെ ഈ ഇതിനപ്പുറം അങ്ങോട്ട് തഴക്കര പഞ്ചായത്ത്. ഇത് തഴക്കര പഞ്ചായത്തിലെ പുഞ്ചയാണ് ഈ കാണുന്നത്. ഇത് കാണുന്നത് തെക്കേക്കര. തഴക്കര തെക്കേക്കര. തഴക്കര തെക്കേക്കര. തയ്യാറെടുപ്പിലാണ്. നമ്മൾ അങ്ങോട്ട് നീങ്ങട്ടെ. നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ. അല്ലേ? ഒരു 2 ആഴ്ച മുമ്പ് നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെ വരെ ഉണ്ടായിരുന്നു വെള്ളം. പറ്റി വെള്ളം. ആ പായിൽ നിൽക്കുന്ന ഭാഗം അവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നു. ഇതാ മീൻ പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഏതാനും നിമിഷം വിഷ്ണുവണ്ണന് വെള്ളത്തിലേക്ക് ചാടുന്നത്. ഇതാ ഏതാനും നിമിഷം വിഷ്ണുവണ്ണൻ വെള്ളത്തിൽ ഇറങ്ങി. ഇന്ന് വന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. സത്യം അണ്ണ ഇത്ര ദിവസം ലേറ്റ് ആയത് ഇങ്ങനെ ഒരു ഗുണം ഉണ്ടായില്ല. ശ്രീരാമ കണ്ടെത്തി കറക്റ്റ് ഫ്രൈ. വീശുമ്പോൾ ഫുൾ
സൗണ്ട് കിട്ടുന്ന സൗണ്ട് കിട്ടൂടാ. വീശുമ്പം ക്യാമറയും കുളമില്ലേ അത്? മനസ്സിലാ ചേട്ടാ മാറ്റണ്ടേ? കമ്പി കുരുങ്ങിപ്പോയി. എന്നാലും കുഴപ്പമില്ല. സൂമാണ് ഇതുകൊണ്ട് ഏകദേശം ഒരു 2 കിലോമീറ്റർ പുറകിലാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. അത്രയ്ക്ക് ഫോക്കസ് ഉണ്ടോ കുരുങ്ങിയാണ്. ഒന്നും കിട്ടിയില്ല ഗൈസ്. എറിഞ്ഞ കിട്ടത്തില്ല മോനെ. എറിഞ്ഞ വെള്ളത്തിലേ പോകത്തുള്ളൂ. എല്ലാവരും ഒട്ടമേ എറിഞ്ഞെങ്കിൽ വീഴുവോ? ഇല്ല. ഇവിടെ വീണത്. എന്തേ കണ്ടോ? ചാടിപ്പോയി. കല്ലെല്ലാണ്ടോ ഇടിച്ച്? ഇല്ലണ്ണ. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇറങ്ങണം, നീ അങ്ങോട്ടൊക്കെ ഇറങ്ങാം. പോയിരിക്കും ജാതി. ഞാൻ ഫോട്ടോ എങ്കിലും എടുക്കട്ടെ. അങ്ങനെ ചേട്ടൻ വീണ്ടും എറിയുകയാണ്. ഡീപ്പിടേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇറങ്ങിയൊന്ന് വൃത്തിയാക്കിയാലേ ശരിയാകും. ഇപ്പൊ ഫോട്ടോ എടുക്കാൻ സൂര്യൻ അസ്തമിക്കാൻ സമയമായിരിക്കണം. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ കൈതക്കോരയാണ്. കൈതക്കോര ഗൈസ്, കൈതക്കോര. മതി മതി.
രാവിലെ അങ്ങ് പോകണം. വൈകുന്നേരം പോകാം. ഉയരുണ്ട് ആകെ ഉറങ്ങാൻ കിട്ടുന്ന രാവിലെ ഇടാ. നിനക്കറിയോ ഇപ്പൊ എനിക്ക് 6 മണി എനിക്ക് പോകണം. ഞാൻ ഇന്ന് പോയിട്ട് കണ്ടു അവിടെ പോയി. ചേട്ടൻ അപ്പുറത്തുനിന്ന് മാറി ഈ സൈഡിലോട്ട് വന്നിരിക്കുകയാണിപ്പോൾ. ഉണ്ട് ഏതാണ്ടുണ്ട് ഒരെണ്ണം ഉണ്ടല്ലേ?